കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ ശ്രുതി കാവ് തീണ്ടൽ ആരംഭിച്ചു. ചെമ്പട്ടണിഞ്ഞ കോമരങ്ങൾ ഭഗവതിക്ക് മുന്നിൽ ഉറഞ്ഞ് തുള്ളിയാണ് കാവ് തീണ്ടൽ. ഭരണി മഹോത്സവം കുടിയേറിയതിന് പിന്നാലെ ഭക്തജനസാഗരമാണ് കൊടുങ്ങല്ലൂരിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇവരുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണിപ്പോൾ കാവ് തീണ്ടൽ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ജനസാഗരം തന്നെയാണോ അവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്? ഈ ചടങ്ങിൻ്റെ പ്രത്യേകതകളും എന്തൊക്കെയാണ്? പൂജ അവസാനിക്കുന്നതോടുകൂടി കൊടുങ്ങല്ലൂർ തമ്പുരാൻ പിന്നീട് അനുമതി നൽകിയത്. ഈ അനുമതിക്ക് ശേഷമാണ് ഈ കാവ് ആരംഭിച്ചത്. ഈ അനുമതി നൽകുന്നതിന്റെ സൂചനയായിട്ടുള്ള ചുവന്ന കുട ഉയർത്തിക്കാട്ടിയോടുകൂടി തന്നെ രാവിലെത്തി കാത്തിരുന്ന കോമരങ്ങളെല്ലാം തന്നെ ക്ഷേത്രത്തിന് വലം വെച്ച് കോമരങ്ങളെല്ലാം തന്നെ ക്ഷേത്രത്തിന് വലം വെച്ച് തുള്ളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കോമരങ്ങൾ വാളേന്തി ചെമ്പട്ടെടുത്ത് ക്ഷേത്രത്തിന് മുഴുവനും വലം വെക്കുകയും ഒപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ മേൽക്കൂരയിൽ വടികൊണ്ട് അടിച്ചും ഒപ്പം ഭരണിപ്പാട്ട് പാടിയൊക്കെയാണ് ക്ഷേത്രത്തിന് മുഴുവൻ ഇപ്പോൾ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങോടുകൂടിയാണ് അശ്വതിക്കാവ് തീണ്ടൽ പൂർത്തിയാവുക. അതിനുശേഷം ഇന്ന് നടയടച്ചാൽ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ക്ഷേത്ര നട തുറക്കുക. വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ ഇന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട്, അതായത് കോഴിക്കല്ല് മൂടുന്ന ചടങ്ങോടുകൂടിയാണ് ക്ഷേത്ര ഉത്സവം ആരംഭിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ടെത്തി കാത്തിരുന്ന്, അതായത് അശ്വതിക്കാവ് തീണ്ടലിന് വേണ്ടി ദിവസങ്ങളോളം കാത്തിരുന്ന ഭക്തജനങ്ങളെ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഇന്ന് ഈ കാവ് തീണ്ടലോടുകൂടി തന്നെ ഈ ഭരണി മഹോത്സവത്തിന് സമാപ്തി കൂടി ആവുകയാണ്. നിരവധി പേർ, അത് പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് പുറത്തുനിന്നടക്കമുള്ള ആൾക്കാർ, കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒപ്പം തന്നെ സംസ്ഥാനത്തിനകത്തു നിന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാലക്കാട് ഒപ്പം മറ്റ് വടക്കൻ ജില്ലകളിൽ നിന്നടക്കം നിരവധി ആളുകളാണ്, കോമരങ്ങളാണ് ഇവിടെ എത്തി ഇന്ന് ഈ അശ്വതിക്കാവ് തീണ്ടലിൻ്റെ ഭാഗമാകുന്നത്. ദേവിയുടെ പ്രതീകങ്ങളാണ് ഈ കോമരങ്ങൾ എന്നുള്ളതാണ് വിശ്വാസം. ഒപ്പം ശിവന്റെ ഭൂതഗണങ്ങളാണ് മറ്റ് ഭക്തരും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാവ് തീണ്ടൽ നടക്കുന്നത്. കോമരങ്ങൾ ഇവിടെ എത്തി ഉറഞ്ഞുതുള്ളി മറ്റ് ആളുകളെ, അതായത് ഭക്തരായിട്ട് എത്തിയിട്ടുള്ള മറ്റാളുകളെ അനുഗ്രഹിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഈ കാവ് തീണ്ടൽ പൂർത്തിയാകുന്നതോടുകൂടി തന്നെ വൈകിട്ടോടുകൂടി നടയടക്കും. ഇനി ഏതാനും മണിക്കൂറുകൾ, അതായത് ഈ അശ്വതിക്കാവ് തീണ്ടലിൻ്റെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് ഏതാനും ഈ 2 മണിക്കൂറുകളോളമുള്ള സമയമാണ്. ഈ കാവ് തീണ്ടൽ കൂടി പൂർത്തിയാകുന്നതോടുകൂടി തന്നെ ഈ വർഷത്തെ ഭരണി മഹോത്സവത്തിന് സമാപ്തിയാവുന്നതാണ്. KP. ശരി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ അശ്വതിക്കാവ് തീണ്ടലാണ് പുരോഗമിക്കുന്നത്. ചെമ്പട്ടണിഞ്ഞ കോമരങ്ങൾ ഭഗവതിക്ക് മുന്നിൽ ഉറഞ്ഞു തുള്ളിക്കാവ് തീണ്ടുകയാണ്. ഭരണി മഹോത്സവം കുടിയേറിയതിന് പിന്നാലെ ഭക്തജനസാഗരമാണ് കൊടുങ്ങല്ലൂരിലേക്ക് ഒഴുകിയെത്തുന്നത്. വിവരങ്ങളാണ് കിരൺ കുമാർ നൽകിയത്.